ശ്രീ ധർമ്മരാജ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനുജ തെരേസ, സിസ്റ്റർ സുപ്പീരിയർ സെറിൻ ക്ലെയർ, വാർഡ് ഡിവിഷൻ കൗൺസിലർ ശ്രീമതി മേഴ്സി അജി, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സുനിജ ഷാജു, ശ്രീമതി ജിസു ജോസ്, കുമാരി കൃതിക, ശ്രീ ജെയ്സൺ സാം, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ കുട്ടികളെ, നല്ല കാറ്റും വെളിച്ചമുള്ള അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ 30ാമത്തെ വർഷത്തെ ആനിവേഴ്സറിയും PTA-യുടെയും സ്റ്റാഫിൻ്റെയും ആനുവൽ ഡേയെ നാം ആഘോഷിക്കുക. ഇവിടെ ടെൻഷനായിട്ടിരിക്കുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന്, എല്ലാ പരിപാടികളും അത് പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ്, എൻ്റെ മക്കളുടെ പരിപാടി അത് എൻ്റെ മകൾ കാരണം മോശമാകരുത് എന്ന് കരുതുന്ന പേരൻസ്. എന്നെപ്പോലുള്ളവരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികളിൽ എന്തെങ്കിലുമൊക്കെ കുറേ കുറ്റം കുറവൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് അത് കുട്ടികളുടെ പരിപാടി ആവുക. ഇവരാരും പ്രൊഫഷണൽസ് ഒന്നല്ല. അപ്പോൾ പ്രൊഫഷണൽ പെർഫെക്ഷൻ ആരും പ്രതീക്ഷിക്കണില്ല. കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കുട്ടികളുടെ പരിപാടി ആവുക. അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ ആനുവൽ ഡേ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പേരൻസൊക്കെ തങ്ങളുടെ മക്കളെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ കുട്ടികളെ കുറിച്ച് വലിയൊരു അംബീഷനുണ്ട്. നാളെയെക്കുറിച്ച് ആ അംബീഷനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ബേസിക് ട്രെയിനിങ് ഇവിടെ നിന്നാകുമ്പോൾ അത് പൂർണ്ണതയുണ്ടാകും എന്നുള്ള ആഗ്രഹത്താലാണ് നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ പാരൻസിനോട് പറയാനുള്ള 1-2 ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഇനാഗ്രേഷൻ സ്പീച്ച് ഞാൻ അവസാനിപ്പിക്കാം. കുട്ടികളോട് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറയുമ്പോൾ അല്ലെങ്കിൽ തോൽക്കുന്ന കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്താണ് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുക, എന്താണ് ഈ വിഷയത്തിൽ മാർക്ക് കുറയാനായിട്ട് തോൽക്കാനായിട്ടുള്ള കാരണം? കുട്ടികൾ അപ്പോൾ പറയുന്ന ഒരു ഉത്തരവുണ്ട്, എനിക്ക് ഈ വിഷയം ഇഷ്ടമല്ലേ, എനിക്ക് വിഷയം ഇഷ്ടമല്ല. അതിന് ചിലപ്പോൾ പറയും, ഈ വിഷയം എടുക്കുന്ന ടീച്ചർ എനിക്കിഷ്ടമല്ല. വേറെ ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഇഷ്ടമല്ലേ. ഇനി അല്പം കൂടി കടന്ന് ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് സ്കൂൾ തന്നെ ഇഷ്ടമല്ലേ. അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഈ കുട്ടികളുടെ ഉള്ളിലുണ്ടായി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവില്ലേ. നമ്മൾ പരസ്യങ്ങളിൽ കാണാറുണ്ട്, ഒന്നിനും കൊള്ളാത്ത ഭക്ഷണ സാധനങ്ങൾ, മിഠായികൾ, ഒരു 5 രൂപ മാത്രം കോസ്റ്റ് വരുന്ന ഒരു സാധനം 150 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പരസ്യത്തിൻ്റെ ചെലവിലൂടെ ആകർഷിപ്പിച്ച് കളർഫുള്ളാക്കിയിട്ട് വിളമ്പി കൊടുക്കുമ്പോൾ ഏത് വിഷവും നമ്മുടെ കുട്ടികൾ കഴിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും. അതുകൊണ്ട് അമ്മമാരുണ്ടാക്കുന്ന നല്ല ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നിലേക്ക് പോകുന്നതിൻ്റെ വലിയ ആകർഷണത്തിൻ്റെ കാരണം ഈ പരസ്യമാണ്. നക്കണ പരസ്യം, ഊതണ പരസ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് കണ്ട് ഇതിലേക്ക് ആകർഷകമായിട്ട് തങ്ങൾക്ക് വിളമ്പി തരുന്നതിൻ്റെ ക്വാളിറ്റി നോക്കാതെ അത് മിണുങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു ചേർന്ന് കഴിയുമ്പോൾ അവിടെ വളരെ അപകടകരമായിട്ടൊരു കാര്യമുണ്ട്. ഏത് തരത്തിലാണ് മറ്റ് കുട്ടികളെ ആകർഷിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നല്ലതിനാവണമെന്നില്ല. അപ്പം നല്ലതിലേക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നല്ലത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധ്യമാകണം. പരസ്യങ്ങൾ പോലും നമുക്ക് ആകർഷിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അതിന് ഇഷ്ടമാവുക. അപ്പം ഇഷ്ടമാവാനായിട്ട് എന്ത് ചെയ്യണം? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇഷ്ടമാവുക
അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു ഭാഗമാണ് സ്നേഹമുണ്ടാവുക. സ്നേഹവും ഇഷ്ടമൊക്കെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് ബേസിക് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. വീട്ടിൽ നിന്ന് വേണം ഇഷ്ടങ്ങൾ ആരംഭിക്കാൻ. ആ ഇഷ്ടങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കന്മാരാണ്. അമ്മ നല്ലതാണെന്ന് അപ്പൻ പറഞ്ഞു കൊടുക്കണം. അത് അപ്പൻ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വഴിയായിട്ടാണ് മക്കള് അമ്മ നല്ലതാണെന്ന് മനസ്സിലാക്കുക. അപ്പൻ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും അനുഭവിപ്പിക്കേണ്ടതും അമ്മയാണ്. അതാണ് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യം. അപ്പം അമ്മ അപ്പൻ നല്ലതാണെങ്കിൽ അമ്മയും അപ്പനും പറയുന്നത് നല്ലതായിരിക്കും. അത് കുട്ടികൾ ഇഷ്ടപൂർവ്വം സ്വീകരിക്കും. രണ്ടാമതായിട്ട്, അധ്യാപകരെ കുറിച്ച് ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ഒരു പരാമർശം പോലും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ മാതാപിതാക്കന്മാരെ കുറിച്ച് നെഗറ്റീവ് പരാമർശം ഉണ്ടാവാൻ പാടില്ല. അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും കുടുംബത്തിലുണ്ടാകണം. മറിച്ച് അവരെ വിമർശിക്കുന്ന, കുറ്റം പറയുന്ന, കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ കുടുംബങ്ങളിലെ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മയുടെയും അപ്പൻ്റെയും ചിത്രം അത് അത്ര കളർഫുള്ളാവില്ല മക്കളുടെ മനസ്സിലേക്ക്. അധ്യാപകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടാമതൊരു തലമുള്ളത് സഹോദരനും സഹോദരിയാണ്. ഒരു മകനെ പോലെ ഒരു മകളെ പോലെ ആവില്ല മറ്റ് മകനും മകളും. അത് ഓരോ പാരൻസും മനസ്സിലാക്കണം. ഒരിക്കലും മക്കളെ മറ്റു മക്കളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിൻ്റെ ചേട്ടൻ അല്ലെ നിൻ്റെ അനുജത്തിയാണ് നിന്നേക്കാളും മെച്ചം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുട്ടികളല്ല മോശം, തന്തിയും തള്ളിയാണ് മോശം. അവരാണല്ലോ കാരണക്കാർ. അത് മറക്കാനും പാടില്ല. നമ്മൾ മക്കളെ കുറ്റങ്ങളെക്കുറിച്ച് കുറവുകളെക്കുറിച്ചൊക്കെ അധികം പറയുമ്പോൾ ആ കുറ്റങ്ങൾ കുറവുകളൊക്കെ നമ്മുടെ കുറ്റം കുറവാണെന്ന് ഓരോ അപ്പനമ്മയും മനസ്സിലാക്കണം. അപ്പോൾ അനുജനെ കുറിച്ച്, അനുജത്തെക്കുറിച്ച്, ജ്യേഷ്ഠനെ കുറിച്ച്, ജ്യേഷ്ഠത്തെക്കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അവർ പോസിറ്റീവ് ഭാഗം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധ്യമാകണം പാരൻസിന്. അപ്പോഴാണ് അവരിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുക, അവരെ സ്നേഹിക്കുക. അതിന് കുടുംബത്തിൽ നിന്ന്, കുടുംബത്തിലുള്ള ആരൊക്കെ, അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, അമ്മാമ്മ, അപ്പാപ്പൻ, അങ്ങനെ ആരോഗ്യ കുടുംബങ്ങളിലുണ്ടോ അവരൊക്കെ പോസിറ്റീവായിട്ട് പറയുവാനും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കി തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിൽ പോസിറ്റീവ് എനർജി കൂടും. അതിനൊക്കെ ഇഷ്ടപ്പെടുക. വെറുപ്പ് ഉണ്ടാക്കുന്ന ഏത് സംസാരവും കുട്ടികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സെൻസാണ്. അവർ വളർന്നു വരുമ്പോൾ ഇത് തന്നെയാണ് അവിടെ മനസ്സിലുണ്ടാകുക. ആരോടും എങ്ങനെയും പെരുമാറ്റങ്ങളൊക്കെ ചിലവരൊക്കെ സംസാരിക്കുമ്പോൾ അറിയാം, അവരൊക്കെ കുറ്റം പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ, നല്ലത് പറയാൻ അവർക്ക് അറിയില്ല. കുറ്റം പറയുന്നത് കേട്ട് വളരുന്ന കുട്ടികളുണ്ടാകുന്ന പ്രശ്നമാണ്. ഇത് തന്നെയാണ് അധ്യാപകരെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ തന്നെ വേണം. നിങ്ങളുടെ അധ്യാപകരെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികളോട് പറയാനായിട്ട് പാടുള്ളൂ. കാരണം ഈ അധ്യാപകരാണ് അവർക്ക് ജ്ഞാനം നൽകുന്നത്, അവർ പഠിപ്പിക്കുന്നത് അവരാണ്. ആ പഠിപ്പിക്കുന്നത് അവർക്ക് അത് ഗുണകരമാകണമെങ്കിൽ, അത് സ്വീകാര്യമാകണമെങ്കിൽ അധ്യാപകരെ കുറിച്ച് പറയുന്നത് നല്ലതായിരിക്കണം. ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഞാനിത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം വെയിൽ മൂത്ത് വരും, കാറ്റും കൂടും. നിങ്ങളൊക്കെ ഈ പരിപാടി കാത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സെൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികൾ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടം കൊണ്ടുമല്ല അയൽവാസികളെ കുറിച്ച് ഈ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് വളർത്തുകയാണ് ചെയ്യുക, ഒരിക്കലും തളർത്തുകയില്ല. നെഗറ്റീവാകുന്ന വെറുപ്പിൻ്റെ ഭാഷകൾ, കുറ്റപ്പെടുത്തുന്നു, കുറ്റം പറയുന്നത്, കുറ്റം വിധിക്കുന്നതൊക്കെ അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് എനർജിയാണ് നമ്മളിൽ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ ഒക്കെ വിമർശനാത്മകമായി കാണുകയും വിധിക്കുകയും അത് ക്രിയേറ്റീവ് ആകാതിരിക്കുവാനായിട്ട് കാരണമാവുകയും ചെയ്യും. അതില്ലാതെ ഒരു മനോഭാവം നമ്മൾ കുട്ടികൾ വളർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിദ്യയിലും അവരുടെ മനോഭാവത്തിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ ആധ്യാത്മികയിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം എല്ലാ പേരൻസിനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകരെയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ നിങ്ങളുടെ 30 വർഷത്തെ ആനുവൽ ഡേയും അതുപോലെ PTA സ്റ്റാഫ് ആനുവൽ ഡേയും സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു.
Dear Father, thank you for so